ഹായ് ഫ്രണ്ട്സ്, ഡുണങ്ങളിൽ നമ്മൾ ഉള്ള രണ്ടാമത്തെ ദിവസമാണ്. നേരം വെളുത്തതേ ഉള്ളൂ, ഒരു 7 മണി 7:15 ആയി. ജസ്റ്റ് നമ്മൾ താമസിച്ച സ്ഥലത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ചായ കിട്ടുമോ എന്ന് നോക്കി വന്നതാണ്. പക്ഷേ ഒരു കടയൊക്കെ ക്ലോസ്. അന്ന് സൺഡേയും കൂടെയാണ്. ആ സൺഡേയും കൊണ്ടൊന്ന് ലേറ്റായിട്ടായിരിക്കും തുറക്കുന്നതെല്ലാം. കാരണം സാറ്റർഡേക്ക് ആയതുകൊണ്ടെല്ലാം ലേറ്റായിട്ടായിരിക്കും ക്ലോസ് ചെയ്യണം. അപ്പോൾ അവർ സൺഡേ പതുക്കെ തുറക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് താമസിച്ചിരുന്ന സ്ഥലമാണ് ഇത്. അങ്ങനെ നമ്മളൊരു കോഫിയൊക്കെ മേടിച്ചു. നമ്മൾ തിരിച്ച് പോകാനുള്ള പാക്ക് ചെയ്യുകയാണ്. എല്ലാം തിരിച്ചെടുത്ത് ബാഗിലേക്ക് വെക്കുകയാണ്. നമ്മളിവിടുന്ന് ഇറങ്ങുവാണ്. നമുക്ക് ഇവിടുന്ന് 10 മണി ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ സമയം 9:15 ആയി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ റൂം കീ ഒക്കെ അകത്ത് വെച്ചേക്കുക, വലിച്ചടച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിന്നൊരു ബോട്ട് ഹയർ ചെയ്ത് അതിൽ നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത്. 4-5 പേരുണ്ടാവും പോകാനായിട്ട്. നമ്മളിവിടെ ഹാർബറിൻ്റെ ഇവിടെ എത്തി. നമ്മളിവിടെ നിന്നൊരു ബോട്ട് എടുത്തിട്ടാണ് പോണത്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് അവർ വരാനായിട്ട്. അവിടെ വലിയൊരു ഷിപ്പ് വന്ന് കിടപ്പുണ്ട്. അവിടെ അവർ നമുക്ക് ചൂണ്ടയും കാര്യങ്ങളൊക്കെ തരുന്നല്ല. നമ്മൾ നമ്മുടെ ചൂണ്ടയും ഒക്കെ എടുത്തോണ്ടാണ് പോകുന്നത്. ചേട്ടനാണ് നമുക്ക് ബോട്ടൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. ചേട്ടൻ്റെ പേര്? എൻ്റെ ഒരു വിനിൽ. ചേട്ടൻ നമ്മുടെ സോണിച്ചേട്ടൻ്റെ നാട്ടിൽ, സോണിച്ചേട്ടൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്താണ്. അതെ, നമ്മൾ ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇവരുണ്ട്, ചേട്ടൻ്റെ ഫ്രണ്ടാണ്. എല്ലാവരും സെറ്റായിട്ട് നമ്മൾ കയറാൻ പോവാണ്. അത്യാവശ്യം കാറ്റുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. അതെ, വെൽക്കം ടു അറ്റ്ലാന്റിക് ഓഷ്യൻ. ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മുടെ ബോട്ട് നമ്മൾ പോകുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള സംഭവമാണ്. ഇതിനു മുമ്പ് ഇവർ പോയത് ഇതിനേക്കാളും ചെറിയൊരു ബോട്ടാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ പേര് പറഞ്ഞാൽ അനൂപ് ഫ്രാങ്ക്. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇടന്ന് പോകുന്നത്. ജെഫിനെ ചൂണ്ട ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ജെഫിനെ നമ്മൾ കൊട്ട നിറയെ പിടിക്കുവോ? പേരെന്താ പേര് പറഞ്ഞേ? ദയാൽ. 12 പാസഞ്ചേഴ്സിന് ഈ ബോട്ടിൽ കയറാൻ സാധിക്കും. ലൈസൻസ് ടു ക്യാരി 12 പാസഞ്ചേഴ്സ്. ചൂണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. നമുക്ക് ചൂണ്ട തരുന്നുണ്ട്. നമ്മൾ നമ്മുടെ കൊണ്ട് എടുത്തിട്ടുണ്ട്. എത്ര പേരുണ്ടോ അവർക്കൊക്കെ ഇവർ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്യും. ഇവിടെ ഓരോ ഹോളുണ്ട് അതിന് വേണ്ടിയിട്ട്. ഷിപ്പ് കിടപ്പുണ്ട്. അത് കൊടുത്തോണം. അവിടെ നിന്ന് അങ്ങോട്ടുള്ള എടുത്തോണം. കിലിബക്സ് സിറ്റി, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇവിടെ എവിടെ നോക്കിയാലും അടിപൊളിയാണ്. ചൂണ്ട സെറ്റ് ചെയ്യുന്നു. ഇവിടെ പുള്ളി നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തരും. ചൂണ്ടയും അതിന് ബൈറ്റും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ബോട്ടിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് അയർലൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഫിഷിങ്ങിന് പോകണം. അയർലൻഡിൽ നിന്നല്ല, നാട്ടിൽ പോലും ഞാൻ ഇങ്ങനെ ഫിഷിങ്ങിന് പോയിട്ടില്ല. ഫിഷിംഗ് എന്ന് വെച്ചാൽ ട്രോൾ ഫിഷിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം. നമുക്ക് വീണ്ടും എടുത്താൽ മതി. ഫുൾ ഡേ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട. അതായത് ഈ ഹോൾഡർ മൊത്തം ഷിപ്പിൻ്റെ. അതായത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ നമ്മൾ നീങ്ങി തുടങ്ങി. നമ്മളിങ്ങനെ ഇപ്പോൾ നടുക്കടലിൽ പോയിട്ട് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ ചൂണ്ടകളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5. 5 പേർക്ക് 5 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമുക്ക് തന്നെയുള്ള നമ്മുടെ നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്. അതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഉൾവശം. അതാണ് അവരുടെ മാപ്പം തോന്നുന്നത്.
പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റും. എല്ലാവരും ഇവിടെ സെൽഫി എടുക്കല. നമ്മൾ നേരത്തെ അവിടെ നിന്നപ്പോൾ കാണിച്ച ഒരു ഷിപ്പില്ലേ, ആ ഷിപ്പാണ് അവിടെ കിടക്കുന്നത്. ബോട്ടിന്റെ സ്പീഡ് കൂടിയിട്ടുണ്ട്, അതനുസരിച്ച് കണ്ടോ വെള്ളത്തിന് ഓളം കൂടാൻ തുടങ്ങി. ഇവിടെ എല്ലാവരും ഭയങ്കര വൈബാണ്. കേട്ടോ, നേരത്തെ കാണിച്ച ഷിപ്പാണ് കിടക്കണത്. എന്ത് വലിയ സംഭവം നോക്കിയാൽ സിൽവർ സ്പിരിറ്റിന്റെ ഷിപ്പാണ് ഈ കിടക്കണത്. ക്രൂയിസ് രക്ഷയില്ല, ഭയങ്കര അടിപൊളി. എന്താ ചെറിയ ചെറിയ ബോട്ടുകൾ പല സൈഡിൽ വെച്ചാണ് ലൈഫ് സേവിങ് ബോട്ട്സ്. അയ്യോ എൻ്റെ അമ്മ, ഇത് ശരിക്കൊരു വലിയൊരു ഹോട്ടൽ പോലെയുണ്ട്. ഞാനൊരു അതൊക്കെ ഇതിൻ്റെ ഒരു വലിപ്പം കണ്ടോ, എന്ത് വലിപ്പമെന്ന് വെച്ചു. അയ്യോ എന്താ ഇതിൻ്റെ ഫ്രണ്ട്. അതാ പറഞ്ഞ, ഇത് മുഴുവൻ ഇളക്കി മറിച്ചാണ് നമ്മള് പോണേ. വെള്ളം വീഴുന്നുണ്ട്, മഴ പോലെ വെള്ളം തെറിച്ചേർത്ത് നമ്മുടെ മുഖത്തേക്കൊക്കെ അടിപൊളിയാ. ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇതാണ് നമ്മുടെ ക്യാപ്റ്റന്റെ മുറിക്കകത്ത്. ഇവിടെ ഒരു വാഷ് ബേസിനും ഒരു ചെറിയ കുക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ടേബിൾ ഇരിക്കാനുള്ള സംഭവം. So if the wind was up further south, it would be less. But we will see. We will get out here now. Once I get down to this headland, I will see what the sea conditions are like. But you could see the weather forecast, you know, how bad it is. You know? Yeah. Oh, no, it's not bad. Later today, it's the wind will pick up, but we will be gone at that stage, you know. If it is sunny weather, it will be calm day, or if it is cloudy, if it is warm, No. matter. It's all about the wind and tides. Yeah. All about the wind and the tides. The tides are coming in the evening mainly, or in the morning? Today the tide is going out. Out, okay. And it will be bottom of the tide. It will be low water around 12:30. 12:30. Yeah. So the tide. This is why you're getting this little bit of motion here now, all right? Okay. Because the water is going Out. this way, Yeah. and the wind is coming towards it. Okay. So they're meeting each other, and it just creates a little bit of this. Yeah. But it's not bad. Not bad. So afternoon, what will happen then? The afternoon is given the wind is coming to come down a wee bit now in the next while. Okay. And then later, when we will be gone and up. But we will see. Every day when you come here is different, you know. Yeah. So yesterday, 2 days ago, we went down here. Yeah. But I had maybe 4 small children, you know, and I had to go slowly down. And we cut some mackerel for bait. And, Oh yeah. but we ended up here, you know, Yeah. because we had shelter. Okay. So down here, it was Like a bit rolly, Yeah. and we go up here, and it was like flat. So every day you must judge your crew too, you know. Where is the place where the backwaters meet with the Atlantic Ocean? Anything like that? Like, you know, we are in the bay now, you know. So some kind of backwater this side? Yeah, nah, you'd want to be another 20 miles. 20 miles. Yeah, it's too way out. Real one, yeah. Before first, because not only is mackerel, in my opinion, the best to eat, but it is the best bait. Yeah. Okay. Yeah. When you have mackerel on your hook for a bait, you could catch anything. Okay. Anything that is in this bay, if
there's mackerel on the hook, he will take it. Okay. This system here now you guys have on, this system works without any bait. Okay. Yeah. So you can catch pollock and cod and things like that without the bait. Yeah. But if you add some bait to this, Yeah. More. you get lost. So But we always start with this because this is how you will catch your mackerel. Yeah. Okay. And then we can cut a mackerel and put Cut as a the bait. mackerel up and then we can Put go that for as- something, yeah. try for something bigger, you know. And you said that cod is also here. Cod. Cod, yeah, we had one very nice cod. Okay. You only see that on the meal, you know, for the cod feel and for the eating. And how about salmon migration? Is it the right time? No, you'll never catch a salmon at sea. So this is a cod now. This is, my god. Oh, it's a huge. now the cod are normally a greeny kind of type of colour, Okay. but this one he's nearly red. Oh, That's yeah. because he's what we call a resident cod. He is living in the kelp, Yeah. the seaweed. Yeah. The seaweed is red. Okay. And that's what produces this colour. Wow. Nice. നല്ല കുലുക്കാണ്, നല്ല ചാടി ഓടുന്നത്. കുതിരപ്പുറത്തിരുന്ന് നല്ല ചാട്ടമുണ്ട്. കേട്ടോ, പുറത്തെ ഞാൻ കാണിച്ചു തരാം. ഇതുവരെ വെള്ളം അകത്തേക്ക് കയറണം. മഴയൊന്നുമല്ല, പക്ഷെ ഈ പോകുന്നതനുസരിച്ച് കടലിലെ വെള്ളം അകത്തേക്ക് കയറിക്കുന്നതാണ്. കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ഉണ്ട്, നിങ്ങളെല്ലാം സിനിമ എടുത്തിരിക്കുന്നത്. ഇവിടെ കോഡ് ഹാഡൊക്കെ ഈ ഫിഷിങ് കിട്ടണമെന്നാണ് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ആൾ പറഞ്ഞത്. പിന്നെ ചെറിയ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ തിരിച്ച് കടലിലേക്ക് തന്നെ ഉണ്ടാക്കണം. കാരണം അതൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ഒരിക്കലും സാൽമണ ഇവിടുന്ന് കിട്ടത്തില്ല. പിന്നെ ഇടയ്ക്ക് കോസ്റ്റൽ ഗാർഡ് വന്ന് നോക്കും നമ്മൾ എന്താ പിടിച്ചിരിക്കുന്നതെന്ന്. ചെറിയ മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും. കാരണം ചെറിയ മീനൊക്കെ നമുക്ക് തിരിച്ചിടേണ്ടി വരും. ഇവിടെ എവിടെയാണ് നമ്മൾ ഇന്നലെ കാണാൻ പോയ സീക്രട്ട് വാട്ടർഫോൾ ഇല്ലേ, നമുക്ക് കാണാൻ പറ്റാത്തത്. അത് ആ സൈഡിൽ എവിടെയാണെന്നാണ് ഇവർ പറയുന്നത്. സോണി ചേട്ടനും ആ ചേട്ടനും അയൽവക്കങ്കാരാണ് നാട്ടിൽ. അപ്പോൾ അവർ പഴയ കഥകളൊക്കെ അയവറക്കും അവിടെ നിന്ന്. ടൈറ്റാനിക് അന്തി ഉറങ്ങുന്ന സ്ഥലമാണ് എന്നാണ് പറഞ്ഞത്. കാരണം അറ്റ്ലാന്റിക് ഓഷനിലാണുള്ളത് ടൈറ്റാനിക് മുങ്ങിയത്. ആ സെയിം ഓഷനായത്. ഈ ചേട്ടന്മാരെ നമുക്കിവിടെ എല്ലാം കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ പറഞ്ഞു തരുക. പറയുന്നത് വീഡിയോയിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ല. കാരണം നല്ല വേവ്സും സൗണ്ടൊക്കെ ഉള്ളത് കൊണ്ട്, ബോട്ടിൽ സൗണ്ടൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ പുള്ളി അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നല്ല ഇവിടുത്തെ ബോട്ടിലെ ആളായാലും ചേട്ടന്മാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആൾക്കാരാണ്. ഇവിടെ ബസ്സെ പിടിച്ച് നിൽക്കുന്ന പോലെ ചേട്ടൻ ഇവിടെ പിടിച്ച് നിൽപ്പുണ്ട്. ചേട്ടൻ്റെ ചൂട് സെറ്റ് ചെയ്യുകയാണ് അവിടെ. ചേട്ടൻ കൊച്ചിനെ അവിടെ സെറ്റിലാക്കുക. ചേട്ടൻ അവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഫിഷ് ഫൈൻഡറിനെ പറ്റി പഠിക്കുന്നു. ചേട്ടനെ ഇവിടെ ചേട്ടൻ്റെ ചൂണ്ടയുടെ കാര്യങ്ങളും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ്. ഞാൻ കുറച്ചു നേരം അകത്തേക്ക് കയറിയിരുന്നു. കാരണം പുറത്തൊക്കെ നല്ല ചാട്ടമുണ്ട്. ബോട്ട് മുമ്പ് നടുക്ക് പോയിട്ട് നിർത്തും നമുക്ക് ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. പുറത്ത് നിൽക്കുന്നത് അത്ര സേഫ് അല്ല. എന്നിട്ട് അകത്ത് പോയിരുന്നു കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുക്കുക. ഓണിച്ചേട്ടനും ജെസ്സിനും പുള്ളിയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് പഠിക്കുക. ഏറ്റവും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ 10 നോട്ടിക്കൽ മൈലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡ് കുറഞ്ഞു. നമ്മൾ നടുക്ക് കുറച്ചുകൂടെ ചെല്ലുമ്പോൾ സ്റ്റോപ്പ് ചെയ്തായിരിക്കും. ചെറിയ ചൂണ്ടല്ലേ, അവിടെ അത് ഒടിഞ്ഞു പോവായിരുന്നു. ഒടിഞ്ഞു പോയതാ. അതുപോലെ ഊഞ്ഞാലിലൊക്കെ ഒത്തിരി മേളിലേക്ക് പോകത്തില്ലേ, ആ ഒരു ഫീലിംഗ്. ഇപ്പോൾ നമ്മൾ കടലിന്റെ ഒരു സെന്റർ ആണത്. കടലിന്റെ ഏകദേശം നടുക്കായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫിഷിങ് ഇവിടെ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കും. ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലം നോക്കും. നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. പുള്ളി ഇറങ്ങി അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ പുള്ളി പറഞ്ഞു തരാം എന്തൊക്കെയാണ്. പുള്ളി പിന്നെ അങ്ങോട്ട് ഫേസ് ചെയ്തിടാനാണ് പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. Sometimes the mackerel can be high up in the water, or deep. When I like to start, put this to the bottom, and come back up. Always jigging. Now I hold my rods like this. I can hold it anyway. It doesn't really bother me, you know. Yeah. The minute you guys want your handle on this side, tell me and I'll change it around. Yeah. ബോട്ട് കളക്കിക്കൊണ്ടിരിക്കുക. ആദ്യം നമ്മൾ എവിടെയെങ്കിലും കെട്ടിയിടും നമ്മളെപ്പോൾ. പുള്ളി എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ സംഭവം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ രീതിക്ക് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം കിട്ടുന്നുണ്ടെന്ന്. ഇവിടെ 30 മീറ്ററാണ് കടലിൽ താഴത്തോട്ടുള്ളത്. 30 മീറ്ററാണ്.
30 മീറ്റർ ആണ്. ഇവിടെ ഡീപ്പാണ്, അപ്പോൾ ഇവിടെ കൂടുതലും ഫിഷിനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് Everyone alright? Just want to try? കുറച്ചിട്ട് ട്രൈ ചെയ്തു. Oh, I just keep a little jigs, you know. Sometimes the boat is moving enough. You don't have to do too much with your hands. നമുക്ക് ആദ്യത്തെ മീൻ കിട്ടി. നമുക്ക് ആദ്യത്തെ മേക്കർ കിട്ടിയിട്ടുണ്ട് 2 എണ്ണം. പുള്ളിക്കാണ് കിട്ടിയത്. നമ്മുടെ സാങ്കില് ഉണ്ടോ? ഇവിടെ എല്ലാവരും ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. പിടിച്ചെന്ന് നോക്ക് നോക്ക് നോക്ക്. എന്റെ അമ്മ ചാകര. അതെ, ചോരപ്പുഴ ഒഴുകണം. നമ്മള് ഇത്ര നാളായിട്ട് ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. കടലിൽ വന്നപ്പോ എത്ര എണ്ണം നോക്കിയാ. സോണിച്ചേട്ടൻ എന്തോ പിടിച്ചിട്ടുണ്ട് കാര്യമായിട്ട്. സോണിച്ചേട്ടൻ എന്തോ പിടിച്ചേ. പോരുന്നില്ല. എന്തോ ബിഗ് ഫിഷ് ആണ്. അത് തിരിച്ച് കേറാൻ പാടുപെടുക. ഈ വേവ്സ് ആയതുകൊണ്ട് പുള്ളി പറഞ്ഞ കേൾക്കത്തില്ല ഇതില്. കോടാന്ന് പുള്ളി പറയണേ. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. കിട്ടുന്നില്ല. പതുക്കെ വലിച്ചു കയറ്റുന്നേ ഉള്ളു. അതെ സോണിച്ചേട്ടനാണ് വന്നിട്ട്. എത്തിയിട്ടില്ല ഇതുവരെ. കയറിയിട്ടില്ലാണ് പുള്ളി. അവിടെ നെറ്റ് എടുത്തിട്ട് കയറ്റാൻ പോവാ. കോട് കിട്ടി. കോട് കിട്ടി. സോണിച്ചേട്ടൻ ആദ്യത്തെ കോട്. ചേട്ടനെ വലുത് കിട്ടിയെന്ന് കയറാൻ പോരും. അടുത്തത് പുള്ളി ബൈറ്റായിട്ട് ഈ മേക്കറിലെ കുത്തിയിടാൻ പോവാണ്. വലിയത് കിട്ടാൻ വേണ്ടിയിട്ട്. വലിയത് പിടിക്കാൻ വേണ്ടി മേക്കറിനെ ബൈറ്റായിട്ട് ഇടുക. ഇവിടെ ചേട്ടൻ വലിച്ചു കയറ്റാൻ പാടുപെടുക. Tighten your line up a little bit, and then you want this bouncing on the bottom. ജെഫിന് ഒരു അയലെങ്കിലും കിട്ടിയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. അതിൽ 5 എണ്ണം ഒരുമിച്ച് പിടിച്ചു. അത് ഈ ചൂണ്ട മേടിച്ചിട്ട് ഇതൊരു ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ലായിരുന്നു. ജെഫിന്റെ ചൂണ്ടയിൽ 5 എണ്ണം. ഇനി ജെഫിന് ഇത് ഫ്രെയിം ചെയ്ത് വെക്കാന്ന് പറഞ്ഞ ചൂണ്ട. അതൊക്കെ നമ്മള് പിടിക്കുന്നതൊക്കെ ഈ പെട്ടിക്കകത്ത് ഇട്ട് വെക്കുവാണ്. ഇത്രയും മീൻ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. എടുത്തോളൂ. Yes, leave it in the fridge. Leave it. Take the guts out. Leave him. 2 or 3 days in the fridge. You will see a little bit of water coming from him. And then you will start to smell a wee bit of fish. Now you can't smell anything. 2 days time, it will smell like fish. Then you eat it. മേക്കറിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഇന്ന് തന്നെ കഴിക്കുവാണെങ്കിൽ അത് ടേസ്റ്റ് ഉള്ളൂ. നാളത്തെ കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ പിടിച്ച കോഡ് ഇന്നെടുക്കുന്നേക്കാളും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുവാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പുള്ളി പറയണത്. ചേട്ടാ പിന്നെ പിടിച്ച് സോണിച്ചേട്ടൻ വെറൈറ്റി പിടിക്കുന്നത്. ഇതേതാ ഇത്? Lots of bone. On this one, there's not enough meat. Okay. And bone. You see his teeth? Yeah. But he is harmless. He just takes the liquid substance. Okay, we'll move back up here now, guys. We'll get that blue color. പിടിച്ച ഫിഷ് നമുക്ക് കഴിക്കാൻ കൊള്ളത്തില്ല. അത് ഇനഫ് മീറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ തിരിച്ച് കടലിലേക്ക് തന്നെ വിടുവാണ്. വിട്ടോ. സീകളിന് കൊടുക്കും. പിടിച്ചില്ല. നമ്മൾ തിരിച്ച് എടുത്ത് അതിനുവേണ്ടി അടിയാ അവിടെ.
നമ്മളിപ്പോൾ ലൊക്കേഷൻ ചെറുതായിട്ട് മാറ്റി ബോട്ട് കുറച്ചും കൂടെ വേറെ സ്ഥലത്ത് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഫിഷ് ചെയ്യണം. വെറൈറ്റി ആണല്ലോ ഏട്ടനെ. ഈ ബോട്ടിലിങ്ങനെ നിൽക്കാന്നുള്ളത് ഇത്ര ഈസി പരിപാടിയല്ല. നമ്മുടെ കാലിൻ്റെ അടിയിലൊക്കെ വേദന എടുക്കാം. സോണിച്ചേട്ടൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് എടുക്കണേ. അത് സോണിച്ചേട്ടൻ ബോട്ടിലാണ് തിരിച്ച് കൊടുത്തേക്കണത്. തിരിച്ച് തള്ളേണ്ടി വരില്ലേ? ആ സോണിച്ചേട്ടൻ നമ്മൾ തള്ളേണ്ടി വരും ഇറങ്ങി. ആ ശരിയാ, സോണിച്ചേട്ടന് ചൂണ്ട എഞ്ചിനൊക്കെ വിളിക്കാൻ തോന്നുന്നു. അപ്പം നമുക്കിനി വീഡിയോ തൽക്കാലം ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഞാനും കൂടെ പിടിച്ചു നോക്കാം അല്ലേ. വീണ്ടും നമ്മൾ നേരത്തെ പിടിച്ച സാധനം സെയിം അല്ലേ? സെയിം സാധനം തന്നെ നമ്മൾ, പക്ഷേ അത് നമുക്ക് വീണ്ടും തിരിച്ചു വിടേണ്ടി വരും. പക്ഷെ ഉള്ള പറഞ്ഞാൽ ഇതിൽ ഫ്ലഷ് കുറവാണ്, ഇതൊക്കെ കഴിക്കാൻ കൊള്ളത്തില്ലെന്നാണ് പറഞ്ഞത്. അത് കിട്ടിയിട്ടുണ്ട്, സെയിം കാറും തിരിച്ചു വിടും. No meat. ഇന്ന് വഴി പോയി, എന്നാലും നമ്മൾ തിരിച്ചു വിടാനുള്ളതായിരുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. നമ്മളിവിടുന്ന് ബോട്ട് കുറച്ചും കൂടി 50 മീറ്റേഴ്സിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ വേറെ പല ടൈപ്പുള്ള ഫിഷ് ക്യാച്ച് ചെയ്യാനാണ് ഇപ്പം ട്രൈ ചെയ്യുന്നത്. അപ്പം ഒന്നുമില്ലെങ്കിൽ നമ്മൾ മാക്രോലിന് വീണ്ടും ട്രൈ ചെയ്യും. കുറച്ചും കൂടെ ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടെ വേവ്സ് ഉണ്ടല്ലോ, കുറച്ചും കൂടെ കാമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് അപ്പോൾ കുറച്ചുകൂടെ ഫിഷ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇങ്ങനെ ഫിഷ് ചെയ്യണം ഒട്ടും കുറച്ച് അത്ര ഈസി അല്ല കേട്ടോ. നമ്മുടെ പോയോ നമ്മുടെ ചുറ്റും എത്ര നേരം സ്ത്രീകളിൽ വർക്കുമായിരുന്നു. നമ്മുടെ ഇവിടെ മീനുള്ളായിരുന്നു കേട്ടോ. നമ്മുടെ ബോട്ടിൽ ഇപ്പോൾ മീനുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഏറ്റവും സ്ത്രീകളിലാണ്. 26 മീറ്റേഴ്സ് ആഴമുണ്ട് ഇവിടെ. ഇനി ഇവിടെ ട്രൈ ചെയ്യാൻ പോകണം. സെറ്റ് ചെയ്ത് തരും നമുക്ക്. ജെല്ലി ഫിഷ് ഈ പുള്ളിക്ക് പിന്നെയും തെരുതെരയെ കിട്ടുന്ന മീൻ ഇടുമ്പോഴേ കിട്ടുന്നുണ്ട്. 2 തവണ ഇപ്പോൾ കിട്ടി. ഞങ്ങളിവിടെ ഇട്ടോണ്ടിരിക്കുന്നത്. ആര് പറഞ്ഞു ഇതിൽ തുടർന്ന് ഇത് ഭയങ്കര മുള്ളുള്ളതാണ്? അത് ഭയങ്കര മുള്ളുള്ള ഷാർപ്പാണ്. ഇച്ചിരി ഡേഞ്ചർ മീനാണെന്ന് പറഞ്ഞത്, പല ടച്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ബാക്കി നമ്മൾ ഇപ്പോൾ നിലവിലിപ്പോൾ അത്രയും മാക്കറിലും ഒരു കൂടും ഞാൻ ഒരു ഫിഷ് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ബോട്ട് ഡീപ്പ് വാട്ടറിലോട്ട് ബിഗ് ഫിഷിനെ കിട്ടാൻ പോവാം. ഇപ്പോൾ കടലിൻ്റെ നടുക്കാത്തിരിക്കുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണത്തില്ല. നമ്മൾ ആ സൈഡിൽ നടന്നേ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് കാണാം.
നമ്മൾ ഓരോ സ്ഥലം മാറി മാറ്റി ഇട്ടിട്ടാണ് ഫിഷിങ് ചെയ്ത് പോണത്. അത്യാവശ്യം നമ്മൾ പിടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് കാണിച്ചു തരാം നമ്മൾ എന്തോരം പിടിച്ചിട്ടുണ്ടെന്ന്. Small pollock. Yeah, he's okay. We'll give. Oh, that's a big one. Or maybe a little growth, but you will see. അതിൻ്റെ സീറ്റായിരുന്നു നമ്മൾ യാത്രയുടെ സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കൺട്രോളിലാണ്, നമ്മുടെ കഥകൾ നടുക്ക നിൽക്കുന്നത് നമ്മുടെ സ്ട്രെങ്ത്. നോട്ടയുടെ സീകളിന് ഒരു ഫിഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് നീട്ടി പിടിച്ചിരിക്കുകയാണ്. സീകൾ ഇപ്പോൾ ഒന്ന് ക്യാച്ച് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. 3 മണിക്കൂറത്തേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ടൈം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് കാർ പാർക്ക് ചെയ്തിരിക്കുന്ന അടുത്ത് പോവുകയാണ്. ആ കാണുന്നതാണ്, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ നേരത്തെ കണ്ട കോഴ്സ് കണ്ടോ അവിടെ ആ സ്ഥലം. എന്തോരം മീൻ പിടിച്ചെന്നിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കോല ഇത് ഞാൻ പിടിച്ച ഫിഷാണ്. വളരെ ചെറിയ ഫിഷാണ്. ഇത് കണ്ടോ, ഇത് കോഡ്. ഇത് ജെഫിൻ പിടിച്ചതാണ്. ഇത് വലിയൊരു കോഡാണ്. വീണ്ടും ഇത് ജെഫിൻ പിടിച്ചത്, ഇത് സോണിച്ചാണ് പിടിച്ചത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് മീൻ. ഇതിന്റെ പേരെന്തായിരുന്നു? അത് പുള്ളോക്ക്. ഇത് 40 സെന്റിമീറ്ററിന്റെ മുകളിലാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ബോർഡിലാണ് ഇത് മെഷർ ചെയ്യണത്. കണ്ടോ, ഇത് ഈ ഒരു കട്ടിംഗ് ബോർഡിൽ ബ്ലാക്ക് ആണെങ്കിൽ കൊണ്ടുപോകാം. ഈ ബ്ലാക്ക് തൊട്ട് ഈ ബ്ലാക്ക് വരെ. അപ്പൊ ഇത് ക്രോസ് ചെയ്തു. അപ്പൊ 40 സെന്റിമീറ്റർ. ഇതിന്റെ ഉള്ളിൽ നിൽക്കണം, നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. 40 സെന്റിമീറ്റർ വേണം. ഇത് ചെറുത് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും വലിയ അയില സുബിൻ ചേട്ടൻ പിടിച്ചത്. ഞാനും കുറച്ച് മേക്കറിൽ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അത്യാവശ്യം വേറൊരു മീൻ കുറച്ച് ഡേഞ്ചറാണ്. വേറൊരു മീൻ, പേരൊന്നും അറിയത്തില്ല. അത്യാവശ്യം നമ്മൾ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം പേരുണ്ട്. അത്യാവശ്യം മീനൊക്കെ നമ്മൾ പിടിച്ചു. അത്യാവശ്യമല്ല, കുറേ ഉണ്ടത്. ഇതാണ് ലൈറ്റ് ഹൗസ്. നമ്മൾ നേരത്തെ കണ്ട ഷിപ്പ് അതിപ്പോൾ അവിടെ പോയിട്ടില്ല. നമ്മൾ 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അതിപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. ഫോട്ടോ എടുപ്പിക്കാൻ പോവാ. സ്ഥലം എത്തിയിട്ടില്ല. ജസ്റ്റ് ഇപ്പം എത്തും. നമ്മൾ അത്യാവശ്യം അടുത്തു. ഡ്രൈവിംഗിലാണ്. നമ്മളിന്നലെ അവിടെ നിന്നല്ലേ കണ്ടത്? അല്ല, നമ്മളെ ഇന്നലെ ഒന്ന് കണ്ടില്ലേ? നമ്മൾ വന്നിട്ട് ഈ ബോട്ടുകൾ അല്ലേ? നമ്മളിന്നലെ അവിടെ പോയി നിന്ന് കണ്ട ബോട്ടുകളാണ് ഈ കിടക്കണതൊക്കെ. നമ്മളെത്തി ഇരിക്കുന്നു. നമ്മളെ അടുത്ത് കരയിലെത്തി. സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ വേണ്ടി ചാടാൻ നിൽക്കുന്നത്. കുറെ ആൾക്കാർ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സിലിണ്ടറൊക്കെ ഇട്ട്. ഇവിടെ നമ്മൾ ഏത് ഡയറക്ഷനിലേക്ക് ഇടുന്നത് അറിയത്തില്ല. ജെഫിനെ വെള്ളം അടുപ്പിക്കണേ. വെള്ളമല്ല, ബോട്ട്. ഇപ്പം അപ്പൂപ്പ് മേളിൽ നിന്ന് പറയും. നമ്മൾ ഫൈനലി അടുത്തു. കയറി നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മൾ ഡോക്ക് ചെയ്തിരിക്കുന്നു.
ലോക്ക് ചെയ്തു. അപ്പം ഈ ഫിഷൊക്കെ എല്ലാവരും കൂടെ എടുക്കുവാണ്. എല്ലാവരും കൂടിലാക്കുക. നല്ല ഹെവിയാണ് സാധനം. നമ്മളെല്ലാവരും ഡിവൈഡ് ചെയ്ത്. ഹായ് ജോ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ്. നമ്മുടെ ഫിഷിങ് കഴിഞ്ഞിരിക്കുന്നു. നല്ല അടിപൊളിയായിരുന്നു. അപ്പം ചേട്ടോ അപ്പൊ അടിപൊളി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഉള്ളായിരുന്നെ കൊണ്ട് നമ്മുടെ പ്ലാനൊക്കെ ഇങ്ങനെയായി. നമ്മള് തിരിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് തിരിച്ചു പോവാണ്. നമ്മളങ്ങനെ അവരെ പറഞ്ഞു വിട്ട് പിരിഞ്ഞ് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിന് നേരെ തിരിച്ച് വീട്ടിലേക്ക് ഡബിളിലേക്ക് പോകണം. അവിടുത്തെ നമ്മൾ സോണിച്ചേട്ടൻ്റെ വീട്ടിൽ ചെല്ലുന്നു, 2 മാക്രിലും എല്ലാം ഗ്രില്ലടിക്കുന്നു. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. എന്താണ് ചേട്ടാ 2 ഗ്രില്ലടിക്കാം. അതെ, ഭയങ്കര അൺപ്ലാൻഡ് ആയിരുന്നു. ഞങ്ങൾ വേറെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഇതിങ്ങനെ ഒരു ട്വിസ്റ്റ് അടിച്ച് മാലിൻ ഹെഡ് മിസ്സായി. പക്ഷെ നമ്മള് വേറൊരു സ്ഥലം വേറൊരു സ്ഥലം നമ്മൾ വരും പ്ലാൻ ചെയ്തിട്ട് ആ സ്ഥലങ്ങൾ കാണാൻ. പക്ഷെ ഇത് അടിപൊളി സംഭവമായിരുന്നു. അതെ, നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. 3 മണിക്കൂർ 300 യൂറോ വർത്താണ്. നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പാറിൽ നിർത്തി ഒരു ബർഗർ മേടിച്ചു. നമ്മൾ സ്പാറിൽ വന്നിട്ട് ഡീസലൊക്കെ അടിച്ച് നമ്മുടെ യാത്ര തുടരുന്നു. ചെറുതായിട്ട് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കടലിൽ നിന്ന് പിടിച്ച അയല നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു. നല്ല ഫ്രഷ് അയല. നമ്മൾ ഇനി ഇത് കട്ട് ചെയ്യാൻ പോവാം. കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ പോവാം. കട്ട് ചെയ്ത് ഇതിൻ്റെ ചിറകും സംഭവങ്ങളൊക്കെ കത്രി വെച്ച് കട്ട് ചെയ്ത് ജസ്റ്റ് സിമ്പിൾ ക്ലീനിങ്, അത്രേ ഉള്ളൂ. നമ്മൾ തലയൊന്നും കളയുന്നില്ല. നമ്മൾ നല്ല മസാലയൊക്കെ തേച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വറക്കാനായിട്ട് 6 എണ്ണം എടുത്തിട്ടുണ്ട്. മീൻ അങ്ങനെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 എണ്ണം നമ്മൾ ബാക്കി വറക്കാൻ ഇവിടെയുണ്ട്. കുറച്ച് ഗാർലിക് ഈ തൊലിയോട് കൂടെ തന്നെ കൊണ്ടിടുക. ജസ്റ്റ് ഒന്ന് ചതച്ചതേ ഉള്ളൂ. നമ്മുടെ മീൻ ഇങ്ങനെ അടിപൊളിയായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. സൈഡിൽ 2 ലൈമൊക്കെ വെച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗാർലിക്കൊക്കെ അതിലിട്ട് ഫ്രൈ ചെയ്ത് നല്ല കറിവേപ്പിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഞാൻ അധികം ഒത്തിരി വേവിച്ചിട്ടില്ല. കുറച്ച് കുറച്ച് അതിലേക്ക് ചിയേഴ്സ് കൊടുക്കണ്ടേ? അതിലെ ചിയേഴ്സ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മുള്ള് സൂക്ഷിക്കണം. നല്ല ഫ്രഷ് അയല ടേസ്റ്റ് ചെയ്യാൻ പോവാം. സൂപ്പർ, അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. മസാല ഒന്നും വേണ്ട. മീനിൻ്റെ കറക്റ്റ് ടേസ്റ്റ്, അതിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് കറക്റ്റ് അറിയാം. അതെ അതെ, ആദ്യത്തെ എക്സ്പീരിയൻസ് എത്രയും ഫ്രഷായിട്ട് കിട്ടി. കടലിൽ നിന്ന് കിട്ടി അടിപൊളിയത്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ വേറെ എന്തെങ്കിലും വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും